12ാം നൂറ്റാണ്ടിൽ ജാതീയതയും തൊട്ടുകൂടായ്മയും അടിമത്തവും നടമാടിയിരുന്ന കാലത്ത്, സവർണനെ കണ്ടാൽ അവർണൻ ഓടി ഒളിച്ചിരുന്ന കാലത്ത്, സതി ഉൾപ്പെടെ അനാചാരങ്ങൾ നിലനിന്നിരുന്ന കാലത്ത്, മിശ്ര വിവാഹങ്ങൾ പ്രോത്സാഹിപ്പിച്ചയാൾ സവർണനോടൊപ്പം അവർണനും വിദ്യാഭ്യാസം നേടാൻ മുൻകൈയെടുത്ത് സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന അഭിപ്രായങ്ങളും ആശയങ്ങളും പ്രകടിപ്പിക്കാൻ വേദിയൊരുക്കിയാൽ, ജാതിരഹിത സമൂഹം കെട്ടിപ്പടുക്കുവാൻ ഉദ്യമിച്ചയാൾ, സ്ത്രീ ശാക്തീകരണത്തിന് മുൻകൈയെടുത്ത് ബാലവിവാഹം എതിർക്കുകയും വിധവകൾക്ക് വീണ്ടും വിവാഹം ചെയ്യാൻ അവസരമൊരുക്കുകയും ചെയ്തേ സമൂഹത്തിൽ നിലനിന്നിരുന്ന വ്യവസ്ഥിതിക്കെതിരെ തന്റെ തൂലിക ചലിപ്പിക്കുകയും അതിനെതിരെ നിരന്തരം പ്രയത്നിക്കുകയും ചെയ്ത ലോകത്തിലെ തന്നെ ആദ്യത്തെ സ്വതന്ത്ര ചിന്തകനും സോഷ്യലിസ്റ്റുമായിരുന്ന ആ ആളായിരുന്നു ശ്രീ ബസവേശ്വരൻ. വർഷം മുൻപ് 1831 ബാഗേവാടിക്കടുത്തുള്ള ഇങ്കലേശ്വര എന്ന ഗ്രാമത്തിൽ ജനനം. ഇന്ന് ഈ സ്ഥലം കർണാടകയിലെ ബീജപ്പൂർ ജില്ലയിലാണുള്ളത്. 500-ലധികം ബ്രാഹ്മണ കുടുംബങ്ങൾ ഉണ്ടായിരുന്ന അഗ്രഹാരത്തിലെ തലവനായിരുന്ന ശൈവബ്രാഹ്മണനായ മഹാപ്രഭു മദ്രസയുടെയും ഭാര്യ മതാലംബയുടെയും 3ാമത് മകനായാണ് വൃക്ഷഭൻ എന്ന ബസവേശ്വര ജനിച്ചത്. ചെറുപ്പത്തിൽ തന്നെ ധീരനും ദയാലുവും സ്വതന്ത്ര ചിന്താഗതിയുള്ളവനുമായിരുന്നു. ബസവന്റെ ബന്ധുക്കൾ കൂടുതലും യാഥാസ്ഥിതികരും സംസ്കൃത ഭാഷയിൽ അഗാധ വിജ്ഞാനമുള്ളവരുമായിരുന്നു. അതുകൊണ്ട് തന്നെ വേദോപനിഷത്തുക്കളും പുരാണേതിഹാസങ്ങളും ബാല്യകാലത്തു തന്നെ ബസവന് പരിചിതമായി. അഗ്രഹാരത്തലവന്റെ മകനായിരുന്നതുകൊണ്ട് സമൂഹത്തിൽ ഉയർന്ന സ്ഥാനവും ബഹുമാനവും ബസവന് കിട്ടിയിരുന്നു. അസമത്വവും അനീതിയും നിറഞ്ഞ വിശ്വാസങ്ങളും ആചാരങ്ങളും പാരമ്പര്യമായി തുടർന്നു വരുന്നു എന്ന കാരണം കൊണ്ട് മാത്രം അതേപോലെ പിന്തുടരാൻ ബസവൻ തയ്യാറായിരുന്നില്ല. തന്റെ 8 വയസ്സ് പൂർത്തിയായ സമയം സമുദായ ആചാരപ്രകാരം ആൺകുട്ടികൾക്ക് നടത്തുന്ന ഉപനയനം നടത്തുന്നതിനെ ബസവൻ എതിർത്തു. തന്റെ സഹോദരി നാഗലംബയ്ക്ക് നടത്താത്ത ഉപനയനം ചടങ്ങ് തനിക്കും വേണ്ടെന്ന് ശഠിച്ചു. പിന്നീട് അമ്മയുടെയും ഗുരു ജാതവേദ മുനിയുടെയും നിർബന്ധപ്രകാരം ചടങ്ങിന് ബസവൻ സമ്മതിക്കുകയാണ് ഉണ്ടായത്. മനുഷ്യരെല്ലാം ഒന്നാണെന്ന വേദോക്തി ഓതുകയും എന്നാൽ മനുഷ്യരെ വിവേചിച്ച് കാണുകയും ചെയ്യുന്ന ബ്രാഹ്മണ്യത്തെ എതിർത്തു. ഈശ്വര മഹത്വത്തെപ്പറ്റി ധാരാളം സംസാരിക്കുകയും ആദർശങ്ങളെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സമയം തന്നെ അധസ്ഥിത വർഗത്തെ അടിച്ചമർത്തിയ വരേണ്യവർഗത്തെ രോഷത്തോടെ കണ്ടു. താഴ്ന്ന കുലത്തിൽ ജനിച്ചവരെ തീണ്ടിക്കൂടാത്തവരായി മാറ്റി നിർത്തുന്നതിനെ ചോദ്യം ചെയ്തു. ഇതൊക്കെ ആയതോടെ ബസവൻ ബ്രാഹ്മണ സമൂഹത്തിന്റെ കണ്ണിലെ കരടാവുകയായിരുന്നു. ഇതിനിടെ മാതാപിതാക്കളും മുത്തശ്ശിയും അന്തരിച്ചു. ഇതോടെ അഗ്രഹാരത്തിലെ ജീവിതം കൂടുതൽ ദുസ്സഹമാവുകയും സഹോദരി അക്ക നാഗലമ്മയുമൊത്ത് AD 1944 ബാഗേവാടിയിൽ നിന്നും കുടല സംഗമത്തിലേക്ക് കൃഷ്ണ നദിയും മാലാപ്രഭ നദിയും സംഗമിക്കുന്ന പുണ്യസ്ഥലമാണ് കൂടല സംഗമം. സംഗമേശ്വര ക്ഷേത്രവും അതിനോട് അനുബന്ധിച്ചുള്ള ആശ്രമവും സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ആ കാലഘട്ടത്തിലെ പേരുകെട്ട ഗുരുകുല വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു ജാതവേദ മുനിയുടെ നിയന്ത്രണത്തിലായിരുന്ന ആ ആശ്രമം. ചന്ദ്രഗുപ്ത മൗര്യന്റെ പ്രധാനമന്ത്രിയും രാജ്യതന്ത്രജ്ഞനും അർത്ഥശാസ്ത്രകാരനുമായ കൗടില്യനാണ് കൂടല സംഗമാശ്രമത്തിന്റെ സ്ഥാപകൻ എന്നാണ് കരുതുന്നത്. ബസവേശ്വരന്റെ കൂടല സംഗമത്തിലെ ജീവിതം വളരെ ഫലവത്തായ ഒരു വഴിത്തിരിവായിരുന്നു. അവിടെ വെച്ച് സംഗമേശ്വരന്റെ പൂർണ്ണ ഭക്തനായി മാറുകയായിരുന്നു. ഇതിനു മുൻപ് തന്നെ സഹോദരി നാഗാലംബയുടെ വിവാഹം കഴിഞ്ഞിരുന്നു. കൂടല സംഗമ സ്വദേശിയായ ശിവദേവയായിരുന്നു ഭർത്താവ്.